ഒരു ലെവലിൽ ഇങ്ങനെ നിക്കണം അല്ലേ? വലിയ പന്തലിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതില് വിത്തില് ചില ഉരുണ്ട കായുണ്ട്. അതെന്താ അങ്ങനെ? വിത്തിന്റെ മോശമാണ്. നമ്മള് ആ വിത്തിന്റെ മോശമാണല്ലോ. നിങ്ങൾ വിത്ത് വാങ്ങിയതാ? വിത്ത് വാങ്ങിയ തന്നെ. ഈ പടവലങ്ക ഒരാഴ്ച ആവൂലേ പറിക്കണമെങ്കിൽ? ഈ 4 ഒരുമിച്ച് ഒരേ മരക്കാവും കണ്ടോളെ. ഇതൊരു ലക്ക് പടവലങ്ങ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി പടവലങ്ങ. എനിക്ക് അങ്ങനത്തെ മതി. 2 മാസം മതി. ഇത്രയും ഫ്രഷ് പച്ചക്കറി ഇവിടെ ഇങ്ങനെ തോട്ടത്തിൽ വന്ന് പറിക്കുമ്പോൾ അതൊരു രസം വേറെയാണ്. അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. കണ്ടോ ആദ്യം പറിച്ചോളൂ കേട്ടോ. ഏതാ രസം കണ്ടോളി. അത് കാട്ടിട്ടോ 2 പടലങ്ങ ഫ്രഷ് സാധനം. ഇതൊക്കെ നിങ്ങൾ കണ്ടോളി. നല്ല ബേബി പടം. 1/2 കിലോ എടുത്തു വല്ലോ ഏകദേശം ഒന്നുമില്ലേ? ഒരു 1/2 കിലോ ആകുമ്പോഴത്തേന് പറിക്കൂല ഇതെല്ലോ അല്ലേ? ചടപ്പ് വരൂല്ലേ? ഉണ്ടല്ലേ? ഇപ്പൊ പൊതുവേ പച്ചക്കറിക്കൊന്നും വല്ല കമ്മില്ലല്ലോ അല്ലേ? ഇത് നിങ്ങൾ ഹൈബ്രിഡ് വിത്താട്ടത്? ഇത് ഞാൻ ഉണ്ടാക്കിയ വിത്താണ്. നിങ്ങൾ ഉണ്ടാക്കി വിത്തത്? ഹൈബ്രിഡ് വിത്തല്ലേ? ഞാൻ പിന്നെ കഴിഞ്ഞല്ല അവിടെ പന്തലുണ്ടായിരുന്നു തന്നെ. അയിമന്ന് ഉണ്ടാക്കി വിത്തല്ലേ? പക്ഷെ ഹൈബ്രിഡ് അന്ന് വിത്ത് വാങ്ങിയത് അല്ല. ആ വിത്ത് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ പോന്ന. ഇനിയിപ്പോ ഇതിമന്ന് വിത്ത് ഉണ്ടാക്കും നിങ്ങള്? അങ്ങനെ ഉണ്ടാക്കും. അപ്പൊ പിന്നെ വിത്തിന്റെ ഈ വിത്തന്നെ മതില്ലേ? വിത്ത് വാങ്ങാൻ വലിയ വിലയാണ്, ഭയങ്കര വിലയാണ്. നമ്മള് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു പടവലങ്ങേന്റെ ഉള്ളിലത്തെ വിത്തിന് എത്ര നല്ല വരൂലേ? ഒരു പടവലത്തിന്റെ ഉള്ളിൽ തന്നെ വിത്ത് എത്രമാനം വിത്ത് പൈസ വരൂലേ? പടവലത്തിന്റെ വിത്തിന് നല്ല വിലയല്ലേ? നമ്മൾ വാങ്ങണ്ട. എത്രയാ നമ്മൾ വാങ്ങണേ? വേലിമേക്കൂടെ ഒക്കെ അല്ലേ കണ്ടോളി. അത് മൂത്തുക്കണല്ലോ കേട്ടോ. ഇന്ന് പറിക്കലേ? നാളെ വൈകുന്നേരം ഒക്കെ പറിക്കും? വൈകുന്നേരം മാർക്കറ്റിൽ എത്തിക്കുന്നു. വണ്ടി കൊണ്ടുപോകും. ഇത് വളരെ വിശേഷമായി. ഇത് അടിപൊളി. ഈ പടവലങ്ങ ഇഷ്ടപ്പെട്ട്. നമ്മൾ ഇത് ഒരു സ്ഥലം പറഞ്ഞ മഞ്ഞപ്പറ്റല്ലേ? ഈ ഏരിയയിലെ കൃഷിക്കാർ കുറച്ചൊക്കെ ഉണ്ടല്ലേ? അല്ലേ? എപ്പം വന്നതാട്ടോ? ഇവിടെ എത്തിയിട്ടുള്ളൂ? വരുന്നല്ലേ? അവിടെ വീടില്ലേ? അങ്ങനെ ഇതാക്കിയ പിന്നെ വീട്ടിൽ പോവും. വായപ്പൂള. പൂള പറിക്കുമ്പോ നിങ്ങളെ മകന്റെ നമ്പർ വരും വേണ്ടിട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കൃഷികളില്ലേ? മടി തീരാണ്ട്. ആ മടി തീർന്നാ പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് പൈസ ഉണ്ടോ അല്ലേ എന്നല്ലേ? നമ്മൾക്ക് കൃഷി 4 വാഴ വെച്ച് അവിടെ കൃഷി ഉണ്ടാക്കൽ തുടങ്ങി. വല്ലാതെ സമ്പാദിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഇല്ലല്ലേ? സമ്പാദിക്കാറിനാ ഓരോരോ ബാധ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ? കൃഷിക്കാർക്ക് എപ്പോഴും ബാധ്യതകൾ കൂടുതലല്ലേ? അല്ലേ? പൊതുവേ അങ്ങനെയല്ലേ കണക്ക്? കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ തട്ടിമുട്ടി പോകുള്ളൂ. സമ്പാദിക്കാൻ കഴിയില്ലല്ലേ? ഏതായാലും ഒക്കെ ശരിയാവും. നമ്മൾ സർക്കാരും പോലൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ എല്ലാം ശരിയാവും. പക്ഷെ എന്നാലും ഒരു ആനന്ദമാണ് അല്ലേ? അവിടെ വേറെ ഒരു പടലങ്ങ കാണുന്നുണ്ടോ നിങ്ങളത്തിൽ താനല്ലാതെ? അത് പക്ഷെ അങ്ങനത്തെ പടലങ്ങ ഉണ്ടേ. ഞാൻ ഇവിടെ ഇവിടെ കണ്ടിട്ട് 1 കിലോ 1 മീറ്റർ 2 മീറ്ററിലെ പടവലങ്ങ. പക്ഷെ അത് രസകര സംഭവം. അതിൽ വെച്ചാൽ ഒക്കെ അതിൽ വെച്ചാൽ ഞാൻ ഇതടിച്ച. നിങ്ങളെ മകൻ്റെ നമ്പർ നിങ്ങളെടുത്തുണ്ടോ? നിങ്ങളെ നമ്പറും തരും. എന്നു വെച്ചാൽ വിളിക്കാമല്ലോ എടുക്കട്ടോ.